വാർഷിക കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടായത്. ഈ സംഘടനയുടെ വാർഷിക കണക്ക് അവതരിപ്പിക്കുന്നതിന് സംഘടനയുടെ ഖജാൻജിയായ ശ്രീ അജിത് കുമാർ വിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുർ വിഷ്ണു, ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരുവേ നമ എന്നാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിനെ നമിക്കുന്നത്. അപ്പം ഈ കലിയുഗം ആരംഭിച്ചിട്ട് 5350 വർഷം കഴിയുന്നു. ഈ 5350 വർഷത്തിനിടയിൽ 2444 ആചാര്യന്മാർ ഈ ഭൂമിയിൽ പല ഭാഗത്തായിട്ട് വരികയും ഈശ്വരനെ ആരാധിക്കേണ്ട രീതിയെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ ജനതയെ അതാത് കാലഘട്ടത്തിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെയധികം ശ്രമിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിച്ചിട്ട് ആ കാലത്ത് നിന്ന് മറയുന്ന സമയത്ത് വീണ്ടും നമ്മൾ പഴയ ആ തെറ്റുകളിലേക്ക് തിരിച്ചു പോകുന്ന ആചാര്യന്മാർ ഇരിക്കുമ്പോൾ അതനുസരിക്കുന്ന കണക്ക് അഭിനയിക്കുമെങ്കിലും അത് മോസസിൻ്റെ കാലത്താവട്ടെ, യേശുവിൻ്റെ കാലത്താവട്ടെ, ശ്രീകൃഷ്ണൻ്റെ കാലത്താവട്ടെ, ഏതൊക്കെ ആചാര്യന്മാരുടെ കാലത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ട് അഭിനയിക്കാൻ ശ്രമിച്ചെന്നല്ലാതെ അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി അത് സ്വാംശീകരിച്ച് നടപ്പിലാക്കിയെടുക്കാൻ ഒരു ഗതികേട്, പറ്റാത്തൊരു ഗതികേട് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ സ്വയം തിരിച്ചറിയണം. അങ്ങനെയുള്ളൊരു ഗതികേടിന് കാരണം നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നത്, യുഗങ്ങൾക്ക് മുമ്പ് ഒരാചാര്യന് ഒരു തെറ്റുപറ്റി. അദ്ദേഹം ഈ സൗരയൂഥത്തിൻ്റെ ചലനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം കാണാൻ കഴിഞ്ഞപ്പോൾ, സൂക്ഷ്മത്തിലും അഖണ്ഡത്തിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി എന്ന രീതിയിൽ ഒരു ചതുർവാക്ക് ഉപയോഗിച്ചു പോയ ഒരു സാഹചര്യം, ആ ഒരു കർമ്മം അത് ബ്രഹ്മശാപത്തിലേക്കും അത് നമ്മുടെ ജനപദത്തിലേക്കും കടന്നു വന്നിട്ട് ഒരു ചെറിയ ഒരു സംഘടനയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ പോയിട്ട് ഒരു പഞ്ചായത്ത് സെക്രട്ടറി പോലും ആയാലും ഈ ലോകമെല്ലാം തന്നെ എന്നിലൂടെയാണ് നടക്കുന്നതെന്നുള്ള ബോധം വരിക, ആ ഒരു അഹംഭാവത്തിലേക്ക് നമ്മൾ വരികയും നമ്മൾ സ്വയം നശിച്ചു പോകുന്ന ഒരു തലമുറയ്ക്കപ്പുറം കിട്ടിയ ഔദ്യോഗിക പദവിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യമോ നിലനിർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു ഗതികേട് നമുക്ക് നിലനിന്ന് പോകുന്നു. അപ്പോൾ ഇത് മാറ്റിയെടുക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ശ്രമിക്കേണ്ടത് എന്നുള്ളത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഇതെല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ ഗുരുവിൻ്റെ ജനനത്തിന് തൊട്ട് മുമ്പായിട്ട് ആ കാലഘട്ടം വരെ വന്നിട്ട് എല്ലാ വിദ്യകളിലും, വൈദ്യത്തിലാവട്ടെ, മന്ത്രത്തിലാവട്ടെ, സംസ്കൃതത്തിലാവട്ടെ, എല്ലാത്തിലും പാണ്ഡിത്യത്തോടു കൂടി അറിവിൻ്റെ മൂർത്തിമത് ഭാവമായി വന്നിട്ട് ആ കാലഘട്ടത്തിൽ നിന്ന ജാതിപരമായ എല്ലാ കെടുതികൾക്കെതിരെയും വേണ്ട തിരുത്തുകൾ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനും പ്രവർത്തിച്ച് കാണിക്കാനും ശ്രമിച്ചിട്ട് ഗുരു 108 പുഷ്പാഞ്ജലി മന്ത്രമടക്കം ഇനി വരുന്ന കാലഘട്ടത്തിൽ ആചാര്യന് ചെയ്തു വെക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം. പക്ഷേ നമ്മുടെ ഗുരുവിൻ്റെ കർമ്മപദം വേറൊരു രീതിയിലായിരുന്നു. ഗുരു വന്ന് പ്രവർത്തിച്ചു വെച്ചത്, ഗുരുവിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അറിവിൽ, ചുരുക്കമായ വളരെ ലളിതമായ അറിവിൽ പറഞ്ഞാൽ, ഒന്ന് ജ്ഞാനം എന്നൊരു വശം ലോകത്തുണ്ടെന്നും പാണ്ഡിത്യത്തിന് മുകളിലായി വിജ്ഞാനത്തിന് ഉപരിയായി ജ്ഞാനം എന്നൊരു വശം ലോകത്ത് സ്ഥാപിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഗുരു അടിവരയിട്ട് പറഞ്ഞു. ആ ഒരു കർമ്മം കൊണ്ടുവരുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ അടുത്ത് വന്ന 25,000-ഓളം കുടുംബങ്ങൾക്ക് ഗുരുപൂജ ചെയ്തു കൊടുത്തു. ഗുരുപൂജ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവിനെ പൂജിക്കുമ്പോൾ ഗുരു ആ പൂജിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിലെ 7 തലമുറ തൊട്ട് പുറകോട്ടുള്ള വരെ, എനിക്ക് കൃത്യമായ കണക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല, ഇവിടെ അറിയാവുന്ന എല്ലാവരും ഒരുപാട് പേരുണ്ട്. ആ പിതൃക്കളുടെ കർമ്മത്തെ ഏറ്റെടുത്ത് അവർക്ക് മുക്തിയോ മോക്ഷമോ പ്രദാനം ചെയ്തുകൊണ്ട് ആ കുടുംബത്തെ ശുദ്ധീകരിച്ചിട്ട് അവിടെ ഇനി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് ഗുരു നിശ്ചയിക്കുന്ന രീതിയിലേക്ക് വരികയും അങ്ങനെ വരുന്ന കുടുംബങ്ങളിലൂടെ ഈ ജ്ഞാനം, അങ്ങനെ ഇനി ജനിക്കുന്ന കുഞ്ഞുങ്ങളിലൂടെ ദർശനവശം അല്ലെങ്കിൽ ജ്ഞാനം മനുഷ്യ പരമ്പരയിൽ സാധിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ തുടക്ക കർമ്മമാണ് ഗുരു പ്രവർത്തിച്ചു വെച്ചത്. ഗുരുവിന്
കൃത്യമായ ഒരു പ്രവൃത്തി പദവും അതിനു വേണ്ട അന്തരീക്ഷവും ഒരുക്കി വെച്ചിട്ടാണ് ഗുരു ഈ ഭൂലോകത്ത് നിന്നും മാറുന്നത്. ഇനി ആ ഗുരു പ്രവർത്തിച്ചു വെച്ച ആ ഭാഗത്തെ നമ്മൾ ഓരോരുത്തരും ആർജിത പുണ്യം കൊണ്ട് നമ്മുടേതാക്കി നമ്മുടെ ശേഷിയുടെ ഭാഗമാക്കി എടുത്തിട്ട് നമുക്ക് തിരുത്തി എടുക്കേണ്ട കർമ്മമാണ് ഇപ്പോൾ നടക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴൊക്കെ ആചാര്യന്മാരെന്ന് പ്രവർത്തിച്ചപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാതെ പോയോ അതേ തെറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ തെറ്റ് തിരുത്തിയെടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ തയ്യാറാക്കണം. അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ സമർപ്പിത ബുദ്ധിയിലൂടെ എല്ലാം ഗുരുവിനെ സമർപ്പിച്ച് നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മുടെ എല്ലാവിധ ഭാഗ്യങ്ങളാവട്ടെ, പ്രവൃത്തികളാകട്ടെ, ആ പ്രവൃത്തി അതിൻ്റെ കർമ്മസാക്ഷിയായി ഗുരുവിനെ കണ്ടിട്ട് ഗുരു ആ കർമ്മത്തെ ഗുരുവിൻ്റെ പാദത്തിലേക്ക് സമർപ്പിച്ച് ഗുരു ഏറ്റെടുക്കണമെന്നുള്ള യാചനാ പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ആ തെറ്റ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള തെറ്റ് തിരുത്തി ആ തെറ്റിനെ പതുക്കെ തിരുത്തി നമ്മുടെ കുടുംബങ്ങളിലൂടെ ഒരു വിനയമുള്ള സ്നേഹമുള്ള പരമ്പരയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ആഗ്രഹം. അത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയണം. അത് നമ്മുടെ ഒരു വൈരാഗ്യമായി എടുക്കണം. അതിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പിന്തുണ ചിലപ്പോൾ ആദ്യം ഉണ്ടായെന്ന് വരില്ല. പക്ഷേ അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഭാഗ്യമുള്ളവൻ, സമർപ്പിത ബുദ്ധിയുള്ളവൻ, അവർക്ക് മാത്രമേ ആദ്യം പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ കണ്ടിട്ട് വേണം ബാക്കിയുള്ളവരും ആ ആശയത്തോട് അടുക്കാൻ. ഈ ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുന്നു. ഗുരുമാർഗം പ്രകാശ് സഭയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് ശ്രീ ബിജു ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതെന്നറിയാം. എന്നാലും നമുക്ക് പ്രധാനമായിട്ട് നടന്നത് ജില്ലാ തലങ്ങളിൽ മീറ്റിങ്ങുകളാണ്. പിന്നെ ആശ്രമത്തിലെ സന്യാസിമാരുടെ ഇടപെടലിൽ ഒരു സ്പിരിറ്റ് ഡിസ്റ്റിലറിയൊക്കെ തുടങ്ങിയപ്പോൾ അത് ആശയപരമായ തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ അതിനെതിരെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സമൂഹത്തിൻ്റെ ശ്രദ്ധ ആശ്രമത്തിൻ്റെ തെറ്റിനെക്കുറിച്ച് വരുത്താനും വേണ്ടിയിട്ട് നമ്മളൊരു സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലൊരു ധർണയും ഒരു ശാന്തിയാത്ര അങ്ങനെ കുറച്ച് കർമ്മ പദ്ധതിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോയി. അതേസമയം തന്നെ ഒരു ഗുരുവിൻ്റെ ഒരു പ്രധാന ഗുരു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൊരു പ്രധാന ദൗത്യമായ ഗുരുവിൻ്റെ ആശയത്തെക്കുറിച്ചുള്ള റിസർച്ചും പഠനവും പഠിക്കാനുള്ള ഒരു ആശയം സ്ഥാപിക്കാനുള്ളൊരു പ്രവർത്തനമാണത്. അതിൻ്റെ ഭാഗമായി ഗുരുമാർഗം പ്രകാശ് സഭ ഒരു ചെറിയ തുടക്കമെന്ന രീതിയിൽ ഗുരുവിൻ്റെ വാണികൾ, ഗുരുവിൻ്റെ പ്രഭാഷണങ്ങളെ അക്ഷരരൂപത്തിലേക്ക് മാറ്റി വരും തലമുറയ്ക്ക് പഠിക്കാൻ എളുപ്പമായ രീതിയിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ള കർമ്മത്തിൻ്റെ ഒരു തുടക്കം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഗുരുവാണിയെ അക്ഷരരൂപത്തിലാക്കുകയാണ്. അതിനും ഉള്ള ശ്രമങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കയ്യിലെണ്ണാവുന്ന ശ്രമങ്ങളാണ് നമ്മൾക്കുണ്ടായത്. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വർ.